നിങ്ങളുടെ ഉറ്റവരുടെ വേർപാടിനാൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടും. ജീവിതത്തിൽ മുഴുവനും ഉണ്ടാക്കി സമ്പാദിച്ച നിന്റെ സമ്പാദ്യങ്ങളെല്ലാം ഒരു ദിവസം കൊണ്ടില്ലാതായി പോയേക്കാം. നിന്റെ പ്രിയപ്പെട്ടവർ നിന്നോട് വേർപിരിഞ്ഞേക്കാം. പല രീതിയിലുള്ള പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, പരീക്ഷണങ്ങൾ ഈ ദുനിയാവിൽ നിനക്ക് അനുഭവിക്കേണ്ടി വരുമെന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ. കാരണം ഈ ദുനിയാവ് പരീക്ഷണങ്ങളുടെ ലോകമാണ്. ഈ ദുനിയാവ് പരീക്ഷണങ്ങളുടെ ലോകമാണ്. രക്ഷിതാവ് അവന്റെ അടിമകളായ മനുഷ്യരെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള ലോകമാണ് ഈ ലോകം. ഈ ദുനിയാവിൽ മനുഷ്യൻ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഈ ദുനിയാവിൽ പരീക്ഷണങ്ങളുടെ കനൽപദങ്ങൾക്ക് നടുവിലൂടെ മനുഷ്യൻ നടന്നു നീങ്ങേണ്ടി വരും. വയനാട് ദുരന്തത്തിന്റെ വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോ, വയനാടിന്റെ ദുരന്തത്തിന്റെ നേർചിത്രങ്ങൾ നമ്മൾ കാണുമ്പോ, ഒരു രാത്രി കൊണ്ടെല്ലാം നഷ്ടപ്പെട്ട പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ 1000 പ്രതീക്ഷകളുമായി, 1000 കിനാവുമായി പ്രിയപ്പെട്ടവരോടൊപ്പം സുന്ദരമായി തമാശകൾ പടന്ന് കിടന്നുറങ്ങിയ പ്രിയപ്പെട്ടവർ പിറ്റേന്ന് പ്രമാദമാകുമ്പോൾ ഒന്നുമില്ല, ജീവനില്ല, കുടുംബക്കാരില്ല, കൂട്ടുകാരില്ല, നാട്ടുകാരില്ല, പ്രിയപ്പെട്ട പൊന്നുമക്കളില്ല, പ്രിയപ്പെട്ട ഭാര്യയില്ല, ഭർത്താവില്ല, ആയുസിന്റെ ആണ്ടറതിയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യങ്ങളില്ല, വീടില്ല, ഒന്നുമില്ല. എല്ലാം നഷ്ടപ്പെട്ടവരായ ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവരായി മാറിയ വയനാടിന്റെ ദുരന്ത ചിത്രം നമ്മുടെ മുമ്പിലോട്ട് കടന്നു വരുമ്പോ ആ സമയത്ത് പോലും മതവിശ്വാസികളായ ആളുകളെ പരിഹസിക്കുന്നതിന് വേണ്ടി യുക്തിവാദികൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്: എവിടെ നിങ്ങളുടെ ദൈവം? എവിടെ നിങ്ങളുടെ അള്ളാഹ്? എവിടെ നിങ്ങളുടെ കാരുണ്യവാനായ ദൈവം? എവിടെ? എത്രയോ പാവപ്പെട്ട കുരുന്നുബാല്യങ്ങളാണ് ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയത്. എത്രയോ പാവപ്പെട്ട ജനങ്ങളാണ് ഒന്നുമില്ലാത്തവരായി മാറിയത്. എത്രയോ നിരപരാധികളുടെ ജീവനാണ് അപഹരിക്കപ്പെട്ടത്. എവിടെ നിങ്ങളുടെ കാരുണ്യവാനായ ദൈവം? എവിടെ നിങ്ങളുടെ അള്ളാഹു? എവിടെ എന്ന് യുക്തിവാദികളും മതവിശ്വാസികളെ പരിഹസിക്കുന്നതിനു വേണ്ടി ഈ ദുരന്തത്തിന്റെ നിമിഷങ്ങളിൽ ചോദിക്കുമ്പോ അവരോട് പറയാനുള്ള വിശ്വാസികളുടെ മറുപടി എന്തെന്നറിയുമോ? ഈ ദുനിയാവ് അത് പരീക്ഷണങ്ങളുടെ ലോകമാണ്. ഈ ദുനിയാവ് അത് പരീക്ഷണങ്ങളുടെ ലോകമാണ്. ഇത് സുഖങ്ങളും മാത്രമുള്ള ലോകമല്ല. ഇത് സന്തോഷങ്ങളും മാത്രമുള്ള ലോകമല്ല. ഇത് സന്തോഷവും സുഖവും മാത്രമുള്ള ലോകമല്ല. പിന്നെയോ സുഖദുഃഖ സമ്മിശ്രമായ ലോകമാണ് ഇഹലോകം. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്: വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. അല്ലാഹ് പറയുകയാണ്, മനുഷ്യ, നിന്നെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. നിന്നെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. നിന്റെ പ്രിയപ്പെട്ടവർ വിട പറയും. നിന്റെ ജീവിതത്തിൽ നിനക്കേറെ പ്രിയപ്പെട്ട നിന്റെ സമ്പാദ്യം നിന്നിൽ നിന്ന് നഷ്ടമാകും. നിന്റെ ആരോഗ്യം ഒരു പക്ഷേ നഷ്ടപ്പെട്ടേക്കാം. നിന്റെ കൃഷിയിടങ്ങളും നിന്റെ തോട്ടങ്ങളും നിന്റെ എല്ലാ സമ്പാദ്യവും ഒരൊറ്റ രാത്രി കൊണ്ട് ഒലിച്ചു പോയേക്കാം. വയനാടിന്റെ വാർത്തകൾ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എത്രയോ കഥകളാണ്, എത്രയോ കണ്ണീരിൽ കുതിർന്ന കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. എത്രയോ വലിയ സമ്പാദ്യങ്ങൾ എല്ലാം ഒരൊറ്റ രാത്രിയിൽ നഷ്ടപ്പെട്ടവർ, ആയുസ് മുഴുവനും പ്രവാസ ലോകത്ത് കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്, ആ വീട് ഒരൊറ്റ രാത്രി കൊണ്ടൊന്നുമില്ലാതായി മാറിപ്പോകുമ്പോ എത്രയോ വലിയ പ്രയാസമാണ്, ദുഃഖമാണ്, ദുരിതമാണ്. ഇത് പരീക്ഷണമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് പരീക്ഷണമാണ്. അതാണ് അല്ലാഹ് പറഞ്ഞത്: ഓ ബശ്ശിരി സ്വാബിരീൻ. ഈ പരീക്ഷണങ്ങൾക്ക് നടുവിലും ആർക്കാണോ ക്ഷമിക്കാൻ കഴിയുന്നത്, ആർക്കാണോ ക്ഷമിക്കാൻ കഴിയുന്നത്, അവർക്കാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെന്ന്, അവർക്കാണ് പരലോകത്തിന്റെ സുഖങ്ങളെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. എന്തേ വിശ്വാസികൾ പരീക്ഷിക്കപ്പെടുന്നു എന്നുള്ള സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ടാവാം. എന്തേ അള്ളാഹുവിനെ അനുസരിക്കുന്നവർ പരീക്ഷിക്കപ്പെടുന്നു, എന്തേ മുഅ്മിനീങ്ങൾ പരീക്ഷിക്കപ്പെടുന്നു എന്ന സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ടെങ്കിൽ അതിനുള്ള മറുപടി പറയുന്നത് ആരെന്നറിയുമോ? ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്: ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് ആരെന്നറിയുമോ? ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ
പരീക്ഷണങ്ങളുടെ കനൽപദങ്ങൾക്ക് നടുവിലൂടെ നടന്നു നീങ്ങേണ്ടി വന്നവരാരെന്നറിയുമോ? രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരാരെന്നറിയുമോ? എല്ലാം നഷ്ടപ്പെട്ടു ഒന്നുമില്ലാത്തവരായി മാറിയതിലൂടെ പരീക്ഷിക്കപ്പെട്ടു പോയതാരെന്നറിയുമോ? അൽ-അംബിയാ. അവരല്ലാഹുവിന്റെ ദൂതന്മാരാണ്, പ്രവാചകന്മാരാണെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ആ പ്രവാചകന്മാരിൽ തന്നെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ ഈ ദുനിയാവിൽ ഒരു മനുഷ്യന് സുഖം മാത്രമാണ് ലഭിക്കേണ്ടതെങ്കിൽ, ഈ ദുനിയാവിൽ ഒരു മനുഷ്യന് സന്തോഷം മാത്രമാണ് ഉണ്ടാകേണ്ടതെങ്കിൽ, അത് ഏറ്റവും കൂടുതൽ ലഭിക്കേണ്ടത് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്കാണ്, ഹബീബായ പ്രവാചകനാണ്. ആ പ്രവാചകൻ പോലും പറയുകയാണ്, ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടത് ഞാനാണ്, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുനിയാവ് പരീക്ഷണമാ. ഒരു പ്രമാദത്തിൽ ഒന്നുമില്ലാത്തവരായി മാറിയേക്കാം, രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടേക്കാം. ഇവിടെ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പരീക്ഷിക്കപ്പെട്ടില്ലേ? പ്രവാചകനല്ലേ? അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ പ്രവാചകനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിമാരകമായ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടില്ലേ? മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട കണ്ടുകൊതി തീർന്നിട്ടില്ലാത്ത പൊന്നുമക്കളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റപ്പെട്ടില്ലേ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിലടക്കപ്പെട്ടില്ലേ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെറുപ്പകാലഘട്ടത്തിൽ ഉമ്മയിൽ നിന്നും അകറ്റി മാറ്റപ്പെട്ടില്ലേ? ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ വേർപെട്ടു പോയില്ലേ? അല്ലാഹുവിന്റെ റസൂൽ സ്വദേശത്ത് നിന്ന് അട്ടിയിറക്കപ്പെട്ടില്ലേ? ഹബീബായ പ്രവാചകന് കുടുംബക്കാരാൽ, കൂട്ടുകാരാൽ, ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തം നാട്ടുകാരാൽ ഒറ്റപ്പെടുത്തപ്പെട്ടില്ലേ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അബീ താലിബിന്റെ മലഞ്ചെരുവിൽ പച്ചിലകൾ കഴിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ മൃഗങ്ങൾ കാഷ്ടിക്കുന്നത് പോലെ സഹാബത്ത് കാഷ്ടിക്കേണ്ടി വരുന്ന അതിദാരുണമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നില്ലേ? എത്രയോ പരീക്ഷണങ്ങളാണ് പ്രവാചകന്മാർ അനുഭവിച്ചത്. എത്രയോ വലിയ പരീക്ഷണങ്ങളുടെ കനൽപദങ്ങൾക്ക് നടുവിലൂടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാര് നടന്നുപോയത്. അതുകൊണ്ട് ഈ ദുനിയാവിൽ ഒരു പരീക്ഷണം വരുമ്പോ, ഒരു രോഗം വരുമ്പോ, ഒരു ദുഃഖം വരുമ്പോ, ഒരു പ്രകൃതി ദുരന്തം വരുമ്പോ, ആ വന്നതിന്റെ പേരിൽ അള്ളാനെ കുറ്റം പറയാനല്ല, പടച്ചതമ്പുരാന്റെ കാരുണ്യത്തെ ചോദ്യം ചെയ്യാനല്ല. പിന്നെയോ വിശ്വാസി മനസ്സിലാക്കേണ്ടതെന്നറിയുമോ? ഈ ദുനിയാവ് പരീക്ഷണങ്ങളുടെ ലോകമാണ്, ഈ ദുനിയാവ് പ്രതിസന്ധികളുടെ ലോകമാണ്, ഈ ദുനിയാവ് ഈ പരീക്ഷണങ്ങളുടെയും പ്രതിസന്ധികളുടെയും ലോകമാ. ഈ പരീക്ഷണങ്ങളിൽ ആരാണോ വിജയിക്കുന്നത് അവർക്കാണ് നാളെ ദാറുൽ ജസാ, പ്രതിഫലങ്ങൾ മാത്രമുള്ള ലോകം, പ്രതിഫലങ്ങൾ മാത്രമുള്ള ലോകം, അത് പരലോകമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അതാണ് റബ്ബ് പറഞ്ഞത്, വബശ്ശിരിസ് സാബിരീൻ. ഈ ദുനിയാവിലെ പരീക്ഷണങ്ങളിൽ ആർക്കാണോ ക്ഷമിക്കാൻ കഴിയുന്നത് അവർക്ക് നാളെ ദാറുൽ ജസാ എന്ന പ്രതിഫലങ്ങളുടെ ലോകമായ പരലോകത്ത് ഏറ്റവും വലിയ സന്തോഷമാണ് റബ്ബ് ഒരുക്കുന്നതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ